ഛഠ് പൂജയും തെരഞ്ഞെടുപ്പും ഒരേ സമയത്ത് വന്നതോടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ബീഹാറിലേക്ക് ബുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് ലക്ഷക്കണക്കിന് ടിക്കറ്റുകളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി നോക്കുന്ന എന്നാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി ബീഹാറിലെത്തുന്ന വോട്ടർമാരിൽ NDA മുന്നണിക്ക് പ്രതീക്ഷയില്ല എന്ന് മാത്രമല്ല, ഭരണത്തിൽ നിന്നും NDA സഖ്യത്തെ മാറ്റി നിർത്താനിടയുള്ള എക്സ് ഫാക്ടറായി ഈ വോട്ടുകൾ മാറുമോ എന്ന ആശങ്കയും NDA ക്യാമ്പിലുണ്ട്. തേജസ്വി യാദവ് എന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി മഹാസഖ്യം തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന് തയ്യാറെടുക്കുമ്പോൾ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള പിടിവലിയിൽ വ്യാപൃതരാവുകയാണ് NDA മുന്നണി. രാഹുൽ ഗാന്ധിയുടെ വോട്ടറധികാർ യാത്ര, വോട്ട് ചോരി ക്യാമ്പയിൻ എന്നിവ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വോട്ടർമാർക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും അവസാനിക്കാത്ത ബീഹാറിലെ SIR വിവാദങ്ങളും NDA മുന്നണിയെ പ്രതികൂലമായി തന്നെയാണ് ബാധിക്കുക. മുൻ വർഷങ്ങളിൽ നിതീഷ് കുമാറിന് അനുകൂലമായി ലഭിച്ച സ്ത്രീ വോട്ടുകൾ ഇത്തവണ ലഭിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും യുവ വോട്ടർമാർക്ക് ഇടയിൽ രൂപപ്പെട്ടിട്ടുള്ള ഭരണവിരുദ്ധ വികാരങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ മഹാസഖ്യത്തിന് ബീഹാറിൽ കൃത്യമായ മേൽക്കൈ ഉണ്ട് എന്ന് തന്നെ പറയാം. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ 2 പതിറ്റാണ്ടായി ബീഹാറിൽ തുടരുന്ന നിതീഷ് ഭരണത്തിന് നവംബർ 14